സ്ത്രീകളെ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാതെ അവഹേളിക്കുന്ന ജീർണമായ രാഷ്ട്രീയ മനോഭാവം. പ്രതിഭയെ അവഹേളിച്ച സംഭവത്തെ ശക്തമായി അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. പിന്നെ ഞാൻ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സാറിൻ്റെ കൂടെയും പ്രതിഭ മാഡത്തിലൂടെയാണ്. കാരണം സ്ത്രീകളെ അങ്ങനെ ആരും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രതിഭ മാഡത്തിൻ്റെ അടുത്ത് എനിക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. താങ്കളുടെ മകൻ കഞ്ചാവ് കേസിൽ അകത്തായപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലുകാരെ മാഡം രാത്രിയിൽ ലൈവിൽ പോയി എന്തിനാണ് വിളിച്ച് കൂവിയത്? ഇതിനെക്കാട്ടിയും ശരീരം വിട്ട് ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അതാണായാലും പെണ്ണായാലും. അപ്പം സ്ത്രീത്വത്തെ അപമാനിച്ചില്ല മാഡം. പിന്നെ ഈ സിനിമാ നടിമാർ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അല്പവസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടാണ് പോകുന്നതെന്ന് അവരെ കളിയാക്കി. അപ്പോഴും മാഡം സ്ത്രീത്വത്തെ അപമാനിച്ചില്ല. സ്വന്തം കാര്യം വന്നപ്പം കണ്ണീരും കരച്ചിലും പിഴിച്ചിലും. കണ്ടവരെ കാര്യമാണെങ്കിൽ വാ തോരാതെ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടേ നടക്കും. പിന്നെ വീണ ജോർജ് മാഡത്തിനെതിരെ KSCക്കാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധ കൊല്ലത്ത് ചിന്താ ജെറോം വിളിച്ചു കൂവി എന്തിനാണ്? തന്തയില്ല നേരത്ത് തള്ളയ്ക്കുണ്ടായ പട്ടികളെയെന്ന്. അപ്പം ചിന്താ ജെറോം സ്ത്രീത്വത്തെ അപമാനിച്ചില്ല. പിന്നെ MM മണി സാറ് ഒരു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞെന്തെന്നറിയാം? റൂമിനകത്ത് പൂട്ടി അകത്തിരുന്ന് മറ്റേ പണിയാണോ എന്ന്. അപ്പം MM മണി സാർ സ്ത്രീത്വത്തെ അപമാനിച്ചില്ല. പിന്നെ വിജയരാഘവൻ സാറ്, രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ കോൺഗ്രസിലൊരു നേതാവ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാറിനെ കാണാൻ പോയ സമയത്ത് പറഞ്ഞ എന്തിനാണ്? പിന്നെ ആ കുട്ടിയുടെ കാര്യം എന്തരാവോ എന്ന് തോന്നുന്നു. അപ്പോഴും വിജയരാഘവ സാറ് സ്ത്രീത്വത്തെ അപമാനിച്ചില്ല. പിന്നെ ഈ പ്രതിഭ മാഡത്തിനെ ഇങ്ങനെ അസഭ്യം പറഞ്ഞ ആ വ്യക്തിനെ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ CPMകാർ ഇത്രയും വിമർശിച്ച് സ്ത്രീകളെ വിമർശിച്ച പ്രതിഭ മാഡത്തിനെയും വിജയരാഘവൻ സാറിനെയും MM മണി സാറിനെയും പിന്നെ ചിന്താ ജെറോമിനെയും നിങ്ങൾ പുറത്താക്കിയ ഇല്ല, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നെ മുഖ്യമന്ത്രി സാർ, 2 പാർട്ടിക്കാർ തെറ്റ് ചെയ്താലും 2 പേരെ നിക്ഷിപ്തമായി പറയണം, ശാസിക്കണം. അതാണ് മുഖ്യമന്ത്രിയുടെ പവർ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പുറത്ത് നിന്ന് മാത്രം അപ്പുറത്തുള്ള കോൺഗ്രസിനെ വിമർശിക്കരുത് കേട്ടാ സാറേ.